ഇവിടെ ഒരു പയ്യൻ പഴയ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഗിറ്റാർ കണ്ടു. അത് കണ്ടതും അവൻ അത് എടുത്തോണ്ട് വീട്ടിലേക്ക് വന്നു. എന്നാൽ ഇത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണെന്ന് അന്ന് അവൻക്ക് അറിയില്ലായിരുന്നു. അന്ന് രാത്രി അത് ടാബ്ലറ്റിന്റെ മേലെ വെച്ചിരിക്കുന്നത് കണ്ട അച്ഛനും അമ്മയും ഇത് നിനക്ക് പ്ലേ ചെയ്യാൻ അറിയുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഇവനും വായിക്കാൻ അറിയില്ല, എങ്ങനെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞു. അവന്റെ അമ്മയും നീ എങ്ങനെ പ്ലേ ചെയ്താലും ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവന്റെ അച്ഛനും അവനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തു. അവന് ആ ഗിറ്റാർ കിട്ടിയ ദിവസം മുതൽ ഏത് നേരം കൂടെ തന്നെ വെച്ചിരിക്കുകയാണ്. എവിടേക്ക് പോയാലും അത് എടുത്തോണ്ട് പോകും. എപ്പോ എല്ലാം ടൈം കിട്ടുന്നോ അത് പ്ലേ ചെയ്തു നോക്കും. അങ്ങനെ ഒരു ദിവസം അവന്റെ മുത്തശ്ശിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് കാണാനെത്തി. ആ മുത്തശ്ശി ഇനി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുത്തശ്ശിയും ഇവന്റെ കയ്യിലുള്ള ഗിറ്റാർ കണ്ടതോ പ്ലേ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. എന്നാൽ ഇവനക്ക് പ്ലേ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ മുത്തശ്ശി ചോദിച്ചിട്ടും ഒന്നും പ്ലേ ചെയ്യാൻ അറിയില്ലല്ലോ എന്ന വിഷമത്തിലാണ് കുറച്ചായി ആ ഗിറ്റാറിനെ മനസ്സിലാക്കാൻ തുടങ്ങി. നേരം കിട്ടുമ്പോഴല്ല അത് വായിച്ച് പഠിക്കാൻ തുടങ്ങി. അവന്റെ പാരന്റ്സും ഇവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പഠിക്കാനാവില്ല എന്ന് അറിഞ്ഞിട്ടും അവന്റെ മേലെ ഭയങ്കര വിശ്വാസമാണ്. ഒരു ദിവസം അവന്റെ സ്കൂളിലുള്ള പയ്യനും അവനെ ബുള്ളി ചെയ്ത് ഗിറ്റാറിലുള്ള സ്ട്രിങ് പൊട്ടിച്ചു. അതിനവനും കരയാൻ തുടങ്ങി. അത് കണ്ട അവന്റെ അച്ഛനക്ക് ദേഷ്യം വന്നു. ആ പയ്യന്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ആ പയ്യന്റെ അച്ഛനെ വിരട്ടിയിട്ട് അയാളുടെ മകൻക്ക് ഒരു പുതിയ ഗിറ്റാർ തന്നെ വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെ അവൻ കഷ്ടപ്പെട്ട് അവന്റെ മുത്തശ്ശിക്ക് വേണ്ടി അത് പഠിച്ചെടുത്തു. അടിപൊളിയായിട്ട് പ്ലേ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് അത് കേൾപ്പിക്കാൻ വേണ്ടി എത്തി. എന്നാൽ അതിനുള്ളിൽ അവരും മരിച്ചു പോയിരുന്നു.